കാഞ്ഞിരപ്പള്ളി രൂപതയിലെ എല്ലാ ശ്രോതാക്കൾക്കും സാമ്പത്തിക സംവരണത്തെ സംബന്ധിച്ചുള്ള ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ. ദീപികയിൽ ബഹുമാന്യനായ പെരുന്തോട്ടം പിതാവ് എഴുതിയ ലേഖനത്തെ സംബന്ധിച്ച് ആമുഖമായി പറയുമ്പോൾ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണ് പറയേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1992 നമ്മൾ എടുക്കേണ്ട തീരുമാനം വളരെ ലേറ്റായി ഇന്ന് എടുത്തിരിക്കുന്നു. 1992 ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ അന്ന് BJPയെയും ഇവിടുത്തെ സംഘപരിവാറിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ പേപ്പട്ടി മോങ്ങുന്നത് പോലെ നമ്മൾ മോങ്ങേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അന്ന് എടുത്തു ചാടി ജിഹാദിയുടെ കൂടെ കൂടുകയും UDFന്റെയും LDFന്റെയും കൂടെ ചേർന്ന് നമ്മുടെ ഹാഗ സോഫിയ പള്ളി പൊളിക്കുകയും ജെറൂസലേമിലെ പള്ളി പൊളിക്കുകയും ലോകം മുഴുവൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും ചെയ്തവരുടെ കൂടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി കൂടിയതിന്റെ ദുരന്തമാണ് സഭയും സഭാമക്കളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് ലവ് ജിഹാദിനിരയായത്. അനേകായിരം ക്രിസ്ത്യാനികൾക്ക്, അതായത് നമ്മളുടെ എല്ലാം കുടുംബത്തിൽ എണ്ണമെടുത്താൽ 50% ആൾക്കാർ ജോലിയില്ലാതെ ഇവിടെ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു. ക്രിസ്ത്യാനിയുടെ പോപ്പുലേഷൻ കുറഞ്ഞു. കേരളത്തിൽ ജോലിയില്ലാതെ എല്ലാവരും ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കും യൂറോപ്പിലോട്ടും കാനഡയിലോട്ടും മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു. ഇനിയൊരു തിരിച്ചുവരവില്ല. 2000 വർഷമായി കർത്താവ് നമുക്ക് അനുവദിച്ചു തന്ന കാനാൻ ദേശം ഐസിസ് ആസാദ് കേരളമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം മാറ്റപ്പെട്ടു കഴിഞ്ഞു. ആരാണ് ഇതിന് ഉത്തരവാദി? അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി ഞാൻ പറയുന്നത് കേരള കോൺഗ്രസിന്റെ 10 ഗ്രൂപ്പുകളും കേരള കോൺഗ്രസിൽ ഒരു ദിവസമെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകരുമാണ്. ജിഹാദികളുടെ ആസനം താങ്ങി അവരുടെ അമേദ്യം ഭക്ഷിച്ച് സഭയെയും സഭാമക്കളെയും ഒറ്റിക്കൊടുത്ത് സഭയുടെ എല്ലാ താല്പര്യങ്ങളെയും ഇല്ലാണ്ടാക്കി കളഞ്ഞത് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടികളും UDFലും LDFലും പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികളുമാണ്. ഇത് കണ്ടറിഞ്ഞ് തടയുവാനോ അല്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കുവാനോ ബഹുമാനപ്പെട്ട ബിഷപ്പുമാർക്ക് കഴിഞ്ഞില്ല. കുറച്ചു കാലം പുറകോട്ടുള്ള ഒരു കാര്യം ഞാൻ ആലോചിക്കുകയാണ്. 1945 ഇന്ത്യയെ വിഭജിക്കാനുള്ള പ്രപ്പോസൽ വന്നപ്പോൾ ഇന്നത്തെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംവിധാനം മാപ്പിളസ്ഥാന് വേണ്ടി വോട്ട് ചെയ്തു. അതിനെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അടിയിന്ന് തള്ളിക്കൊടുത്തു. പക്ഷേ 1945 ബിഷപ്പുമാർക്ക് വിവരം ഉണ്ടായിരുന്നതുകൊണ്ട് അവര് ബ്രിട്ടീഷുകാരെ സ്വാധീനിച്ച് മാപ്പിളസ്ഥാൻ അവോയ്ഡ് ചെയ്തു. പാകിസ്ഥാനും ബംഗ്ലാദേശുമേ കൊടുത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ ജീവിക്കുന്നു. ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ക്രിസ്ത്യാനികളെ പോലെ അടിമകളായി കൊള്ളയ്ക്കും ബലാത്സംഗത്തിനും ഇരയായും കഴുത്തറക്കപ്പെടുകയും ചെയ്തേനെ. അന്നത്തെ ബിഷപ്പുമാർക്ക് കുറെ കൂടെ വിവരം ഉണ്ടായിരുന്നു. എന്നാൽ ആ ബുദ്ധി 1992 നമ്മുടെ ബിഷപ്പുമാർ കാണിച്ചില്ല. ആ വിഷൻ നമ്മൾ കാണിച്ചില്ല. അതിന്റെ ദുരന്തമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ ഒരു നിലപാടിലേക്ക് ഭാരതമാതാവിലേക്കും ഭാരതമാതാവിന്റെ മക്കളോടും കൂടി നിന്നുകൊണ്ട് ഈ രാജ്യത്തിനോടൊത്തു നിൽക്കുക എന്നുള്ള പരിശ്രമം എല്ലാ ബിഷപ്പുമാരും, അത് എല്ലാ സഭയിലെ എല്ലാ ബിഷപ്പുമാരും അൽമായരും ഒന്നിച്ചെടുക്കേണ്ടതുണ്ട്. ആ ഭാരതമാതാവിനോട് വേറിട്ട് നിന്നുകൊണ്ട് നമുക്കിവിടെ ഒരു അസ്തിത്വമില്ല. വേറൊരു രാജ്യത്തും നമുക്ക് നമ്മുടെ മതം പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു വേറൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ നിങ്ങളുടെ സമ്മാനത്തുക എന്ന് പറയുന്നത് 5000 രൂപയാണ്. BJP അല്ലാതെ ഒരു ഓപ്ഷൻ ഇന്ത്യയിൽ ഉണ്ട്. ഇന്ത്യയിലെ ക്രിസ്ത്യാനിക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ ഉണ്ട് എന്ന് തെളിയുന്ന ആൾക്ക് ഞാൻ 50,000 രൂപ കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, വേറൊരു ഓപ്ഷൻ നമുക്കില്ല. ഇത് ഡിസ്കസ് ചെയ്ത് സമയം കളയേണ്ട കാര്യവുമല്ല. കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ ബിഷപ്പുമാരും എടുക്കുക. ഭാരതീയ ജനതാ പാർട്ടിയെയും ഇന്ത്യയെയും സപ്പോർട്ട് ചെയ്യുക. ചൈനയോ പാകിസ്ഥാനോ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളോ LDFോ UDFോ ഒന്നും നമുക്ക് നീതി നടപ്പിലാക്കി തരത്തില്ല. വളരെ കൃത്യമായി ഞാൻ പറയുന്നു, അതിഭീകരമായ ലവ് ജിഹാദാണ് കേരള സഭയെ കാത്തിരിക്കുന്നത്. അല്ലാതെ ഈ ജോലി സംവരണമോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സംവരണമോ അതൊന്നും ആയിരിക്കത്തില്ല. അതെല്ലാം ഏതെങ്കിലും രീതിയിൽ നടന്നു പോകും. അതിഭീകരമായ ലവ് ജിഹാദാണ്. എല്ലാ വീട്ടിലും ജിഹാദി കടന്നു കയറിയിരിക്കുന്നു. അതെങ്കിലും നിങ്ങൾ ദയവേത് മനസ്സിലാക്കുക. എന്താണെങ്കിലും ഈ ഇങ്ങനെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രസംഗ മത്സരം സംഘടിപ്പിച്ചതിന് ഈ കാഞ്ഞിരപ്പള്ളി രൂപതയെയും ആൾക്കാരെയും അഭിനന്ദിക്കുന്നു. വളരെ വൈകിയാണെങ്കിലും KCBCയും മെത്രാന്മാരും സത്യസന്ധമായ നിലപാടുകളിലേക്ക് വരുന്നതിൽ അവരെ അഭിനന്ദിക്കുന്നു. ഇതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് ആടരുത്. ഇടയ്ക്കിടയ്ക്ക് ഇടതുവശത്തെ ജിഹാദിയുടെ അടുത്തോട്ടും വലതുവശത്തെ ജിഹാദിയുടെ അടുത്തോട്ടും പോകരുത്. ഒരു കാര്യം കൂടി പറയട്ടെ, മാൻഡ്രേക്കിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മാൻഡ്രേക്ക് ചെകുത്താനാണ്. മാൻഡ്രേക്കിന്റെ കൂടെ കൂടുന്നവരെല്ലാം തൊലയും. അതിന് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഇപ്പൊ മാൻഡ്രേക്ക് ചെയ്തത് ഭയങ്കര നേട്ടമാണെന്ന് കരുതി ദയവ് ചെയ്ത് ആരും പ്രൊജക്ട് ചെയ്യരുത്. മാൻഡ്രേക്ക് അപകടകാരിയാണ്. UDFനെ പോലെ തന്നെ അപകടകാരിയാണ് മാൻഡ്രേക്ക്.
അപ്പൊ അതുകൊണ്ട് കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുക. ഇത് സഭയ്ക്കകത്ത് കൂടുതൽ ചർച്ചകളും ഇതേ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും ക്രോഡീകരിക്കുക. സഭ കൃത്യമായും ശക്തിയായും മുന്നോട്ട് നീങ്ങട്ടെ. ഇത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കാനാൻ ദേശമാണ് കേരളം എന്ന് പറയുന്നത്, അല്ലാണ്ട് ഐസിസ് ആസാദ് കേരളമല്ല. അതിന് നമുക്ക് വിട്ടുകൊടുക്കാനും പറ്റത്തില്ല. ഈ ഇവിടുത്തെ അവകാശങ്ങളെല്ലാം നമുക്ക് കൂടെ ഉള്ളതാണ്, അതിനൊരു വ്യത്യാസവുമില്ല. അതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ എല്ലാവരും വ്യക്തിപരമായി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.